കാട്ടൂർ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം യാഥാർത്ഥ്യമാകുന്നു. നിർമ്മാണത്തിന്റെ ഭാഗമായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കാട്ടൂരിലെ ജീർണാവസ്ഥയിലായ കെട്ടിടത്തിലാണ് ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, രജിസ്ട്രാർ ഓഫീസ്, കൃഷിഭവൻ, മൃഗാശുപത്രി തുടങ്ങിയവ പ്രവർത്തിക്കുന്നത്. കാട്ടൂർ പഞ്ചായത്തിലെ എല്ലാ ഓഫീസുകളും ഒരേ സ്ഥലത്ത് പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിലെ ജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമായിരുന്നു. എന്നാൽ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ മൂലം പല ഓഫീസുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലായി. നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒരുപോലെയുള്ള ഏറെക്കാലമായ ആവശ്യമായിരുന്നു കാട്ടൂരിൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കണമെന്നത്. ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ കാട്ടൂരിൽ സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ തുക വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ നിന്നും 10 കോടി രൂപ വിനിയോഗിച്ച് കാട്ടൂർ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനാണ് തീരുമാനമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഇതിന് മുന്നോടിയായാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. കാലാനുസാരിയായ നിലയിൽ ഏറ്റവും മനോഹരമായ ഒരു കെട്ടിട സമുച്ചയമായിട്ട് മാറ്റുന്നതിന് ബജറ്റിൽ തുക നീക്കിവെച്ചിട്ടുണ്ട്. 10 കോടി രൂപയാണ് ഇത്തവണത്തെ ബജറ്റിൽ അതിനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികളൊക്കെ ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ ഓഫീസുകൾ പ്രവർത്തിക്കാൻ ആവശ്യമായ സൗകര്യപ്രദമായ ഒരു കെട്ടിട സമുച്ചയം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടന്നു വരികയാണ്. ഏറ്റവും പെട്ടെന്ന് അതിൻ്റെ ഡിസൈൻ തയ്യാറാക്കി ടെക്നിക്കൽ സാങ്ഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടുന്നതായിട്ടുള്ള കാര്യം. മൃഗാശുപത്രി നിർമ്മാണത്തിന് നേരത്തെ MLA ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടുള്ളതിനാൽ ഇതൊഴികെയുള്ള മറ്റ് ഓഫീസുകളായിരിക്കും മിനി സിവിൽ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുക. ഓരോ ഓഫീസുകൾക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച നടന്നു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കുന്ന പ്രാഥമിക രൂപരേഖയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് അന്തിമ രൂപരേഖ തയ്യാറാക്കും. പദ്ധതിക്ക് ആവശ്യമായ സാങ്കേതികാനുമതികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു യോഗത്തിൽ അറിയിച്ചു. സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിലെ കെട്ടിടം പൊളിക്കുമ്പോൾ പകരം പ്രവർത്തിക്കാൻ ഓരോ വകുപ്പുകളും ഉടൻ സ്ഥലം കണ്ടെത്തണമെന്നും മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. 3 മാസത്തിനുള്ളിൽ ഓഫീസുകൾ മറ്റു കെട്ടിടത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.